നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1052nd day. Today, first sloka of Pradhamaskandam, 14th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1052 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രതാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകം. ഓം തത്സത്. സൂത ഉവാച സംപ്രസ്ഥിതേ ദ്വാരകായാം ജിഷ്ണോ ബന്ധു ദിദൃക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിജേഷ്ഠിതം. ഓം തത്സത്. സൂത ഉവാച സംപ്രസ്ഥിതേ ദ്വാരകായാം ജിഷ്ണോ ബന്ധു ദിദൃക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിജേഷ്ഠിതം. ഓം തത്സത്. 1ാമത്തെയും 2ാമത്തെയും ശ്ലോകം ഒരുമിച്ചാണ് അർത്ഥം വരുന്നത്. 2 ശ്ലോകവും ചേർന്നിട്ടുള്ള അർത്ഥമാണ് ശ്ലോകം പദം പിരിക്കേണ്ടത്. സംപ്രസ്ഥിതേ ദ്വാരകായാം ജിഷ്ണു ബന്ധു ദൃക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിജേഷ്ഠിതം. അതായത് ജിഷ്ണു അർജുനൻ ബന്ധു ദിദൃക്ഷയ ബന്ധുക്കളെ കാണാൻ ആഗ്രഹം കൊണ്ടും പുണ്യശ്ലോകനായ കൃഷ്ണൻ്റെ വിജേഷ്ഠിതം വിശേഷ വ്യാപാരത്തിൽ വിശേഷങ്ങൾ ജ്ഞാതും ച അറിയാനായിക്കൊണ്ടും ദ്വാരകയിൽ സംപ്രസ്ഥിതനായിരിക്കും. അതായത് പോയിരിക്കുന്നതിൽ എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. അടുത്ത ശ്ലോകത്തിലാണ് അതിൻ്റെ ബാക്കി. അതായത് സൂതൻ പറഞ്ഞു, അർജുനൻ ബന്ധുക്കളെ കാണുവാനും പുണ്യശ്ലോകനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിശേഷങ്ങളെല്ലാം അറിയുവാനും വേണ്ടി ദ്വാരകയിലേക്ക് പോയിട്ട് അടുത്ത ശ്ലോകത്തിലാണ് കുറേ മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ധർമ്മപുത്രരുടെ അവിടെ ഇന്ദ്രപ്രസ്ഥത്തിൽ ദുർനിമിത്തങ്ങൾ കാണുന്നതൊക്കെ പറയുന്നത്. കുറേ നാളായി അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണുവാനായിക്കൊണ്ട് പോയിരിക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാനോട് കൂടെ കുറച്ച് നാൾ താമസിക്കണം എന്ന് പറഞ്ഞു പോയിട്ട്, പക്ഷെ പറഞ്ഞതിനേക്കാൾ ഒരുപാട് നാളായി അർജുനൻ തിരിച്ചു വന്നിട്ടില്ല എന്നുള്ള ബാക്കി ഭാഗം അടുത്ത ശ്ലോകത്തിലാണ്. ഭഗവാന്റെ വിശേഷങ്ങൾ അറിയാൻ ആ ഏകദേശം 2 പേർക്കും 125 വയസ്സോളമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അർജുനന് ഭഗവാനോട് കൂടെ കുറച്ച് നാൾ താമസിക്കണമെന്ന് തോന്നുകയും ഭഗവാന്റെ വിശേഷങ്ങളൊക്കെ അറിയണമെന്ന് തോന്നുകയും ബന്ധുക്കളെയെല്ലാം കാണണമെന്ന് തോന്നുകയും തൻ്റെ അമ്മയുടെ സ്ഥലമാണ്, അമ്മയുടെ വൃഷ്ണികുലം അമ്മയുടെ കുലമാണ്, എല്ലാവരെയും ബന്ധുക്കളെയെല്ലാം കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അർജുനൻ്റെ ഭാര്യ ശ്രീകൃഷ്ണൻ്റെ സഹോദരിയുമാണ്. ഇപ്രകാരം ബന്ധുക്കളെയെല്ലാം കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അർജുനൻ ദ്വാരകയിലേക്ക് പോയിട്ടിരിക്കുന്ന വിഷയത്തിൽ എന്ന് പറഞ്ഞ് നിർത്തുകയാണ് ഈ ശ്ലോകം ഒരിക്കൽ കൂടി. സൂത ഉവാച സംപ്രസ്ഥിതേ ദ്വാരകായാം ജിഷ്ണു ബന്ധു ദിദൃക്ഷയാ ജ്ഞാതും ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിജേഷ്ഠിതം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട്
ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.